മഴ തോരും മുമ്പയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ എത്തുന്നു. ഗംഗാധരൻ്റെ വീട്ടിലെത്തുന്നു. ഗംഗാധരൻ വലിയ കാര്യമായിട്ടൊക്കെ സൽക്കരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ബാലചന്ദ്രൻ അംഗീകരിക്കുന്നില്ല. അയാളോട് സംസാരിക്കണം എന്ന് പറയും. അങ്ങനെ അവർ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ കുളിച്ച് ഫ്രഷായി വരുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാണ്ട് ഊട്ടിയിലുള്ളൊരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. അവിടേക്ക് പോകുന്ന വഴിക്ക് കാറിലൊക്കെ ഇരുന്ന് വലിയ കാര്യങ്ങളൊക്കെ ഗംഗേട്ടൻ പറയുന്നുണ്ടെങ്കിലും എനിക്കതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല എന്ന് പറയും. റൂമിൽ ചെന്നാലും ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യുമ്പോഴും അയാൾക്ക് ഒന്നും വേണ്ട. അയാൾക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളൂ. ഞാൻ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുന്നതിന് എനിക്ക് 2 ചോദ്യങ്ങളെ ചോദിക്കാനുള്ളൂ. അതിനുത്തരം ഗംഗേട്ടൻ തരണം എന്ന് പറയും. ശരി എന്നാ ഭക്ഷണം പിന്നെ കഴിക്കാം. നിനക്ക് പറയാനുള്ളതും ചോദിക്കുക. എന്താണ് ചോദിക്കുന്നത് പറയുമ്പോൾ, നിങ്ങളുടെ സഹോദരി 22 വർഷങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ വിവാഹത്തിന് മുന്നേ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നോ എന്നങ്ങോട്ട് ചോദിക്കും. അതങ്ങോട്ട് കേൾക്കണോടുകൂടി ആകെ ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് അയാൾ സത്യങ്ങളൊക്കെ തുറന്നു പറയുന്നതും നമ്മുടെ ബാലചന്ദ്രൻ ഗംഗാധരൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ചൂന്തിയിട്ട് ചോദിക്കുന്ന, ഒരു കുടുംബം മുഴുവനും എന്നെ ചതിച്ചല്ലേ, അതിന് കൂട്ടു നിന്നല്ലേ, ഇത്രയും നാളും എന്നെ ചതിക്കലായിരുന്നു, ഒരാൾ പോലും ഒന്നും തുറന്നു പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അയാൾ ഉന്തണം തള്ളണമൊക്കെ പിടിച്ച് മാറ്റിനൊക്കെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നീട് എല്ലാം സംഭവിച്ച കാര്യങ്ങളൊക്കെ മാലതി എന്നാണ് ഗംഗാധരൻ്റെ ഭാര്യയുടെ പേര്. മാലതിയോട് ചെന്ന് പറയുന്നു, നമുക്ക് വൈദ്യനോട് പറയണ്ടേന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ വൈദ്യനോട് നമ്മൾ പറഞ്ഞാലും ബാലചന്ദ്രൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു എന്ന് പറയുമ്പോൾ വൈദ്യയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതിനേക്കാളും വലിയ പ്രശ്നമായിരിക്കും അവിടെ സംഭവിക്കാൻ പോണത്. ആകെ പേടിയായിട്ട് പാടില്ല എന്ന് അയാളുടെ ഭാര്യ പറയുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. പിന്നെ വൈജയന്തി കാറെടുത്ത് പോകുന്നൊരു ഭാഗവും അതിനുശേഷം വീണ്ടും രാത്രിയാവുന്നതും വീണ്ടും അലീന മുകളിലേക്ക് ഓടിച്ചെല്ലുന്നതൊക്കെ ആയിട്ടുള്ളൊരു ഭാഗങ്ങളൊക്കെ ഇനി പ്രൊമോയിൽ കാണിക്കുന്നത്. എന്തായാലും ബാലചന്ദ്രൻ ബാറിൽ ചെന്നിരുന്ന് മദ്യപിക്കുന്നുണ്ട്. ഇന്ന് വരെ മദ്യപിക്കാത്ത ബാലചന്ദ്രൻ മദ്യപിച്ച് അവിടെ ബഹളമൊക്കെ വെക്കുന്നതും ഗ്ലാസ്സൊക്കെ ഉടയ്ക്കുന്നതൊക്കെ ഒരു ഭാഗം കൂടി പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.